ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സാമൂഹിക മാധ്യമങ്ങളിൽ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ പേരിൽ പ്രചരിക്കുന്ന വാർത്താക്കുറിപ്പ് വ്യാജമാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു. ഭക്ഷ്യ ഉൽപ്പന്ന ജനറൽ ട്രേഡിംഗ് മേഖലയിലെ ഇന്ത്യൻ കയറ്റുമതി വ്യാപാരികൾ UAE-യിലെ ചില കമ്പനികളുമായി ചേർന്ന് പ്രവർത്തിക്കുമ്പോഴും ഇടപാട് നടത്തുമ്പോഴും ജാഗ്രത പുലർത്തണമെന്ന രീതിയിലാണ് വ്യാജ വാർത്താക്കുറിപ്പ് പ്രചരിക്കുന്നത്. ഇതാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നിഷേധിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള യാതൊരുവിധ അറിയിപ്പും പ്രസിദ്ധീകരിച്ചിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കരാർ ലംഘനം, സാധനങ്ങൾക്ക് പണം നൽകാതിരിക്കൽ തുടങ്ങി നിരവധി തട്ടിപ്പുകളുടെ പേരിൽ UAE-യിലെ മിക്ക കമ്പനികളും കരിമ്പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ കയറ്റുമതി വ്യവസായങ്ങളിൽ നിന്നും മറ്റ് അന്താരാഷ്ട്ര വ്യാപാരികളിൽ നിന്നും ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കമ്പനികൾക്കെതിരെ നടപടിയെടുത്തതെന്ന് വ്യാജ സർക്കുലറിൽ പറയുന്നു. തെറ്റായ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ച വെബ്സൈറ്റുകളോട് അത് നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും വിവരങ്ങൾക്ക് ഔദ്യോഗിക ഉറവിടങ്ങളെ ആശ്രയിക്കണമെന്നും ജനങ്ങളോട് കോൺസുലർ ജനറൽ ആവശ്യപ്പെട്ടു. കൗമാരക്കാരുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിരീക്ഷിക്കാനും നിയന്ത്രിക്കാനുമുള്ള നീക്കവുമായി ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട് സാങ്കേതിക കമ്പനികളുമായി GCC അധികൃതർ ചർച്ച ആരംഭിച്ചതായാണ് വെളിപ്പെടുത്തൽ. മെറ്റയുടെ റീജിയണൽ സെയിൽസ് ഡയറക്ടർ അഷ്റഫ് കൊഹൈൽ ദുബൈയിൽ നടന്ന കോൺഫറൻസിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ഗ്രൂപ്പ് IBയുടെ ഏറ്റവും പുതിയ ഹൈടെക് ക്രൈം ട്രെൻഡ്സ് റിപ്പോർട്ട് 2025 പ്രകാശനത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുവൈറ്റിലെ ഒരു സ്കൂളിൽ തീപിടുത്തമുണ്ടായതിനെ തുടർന്ന് കുട്ടികളെയും ജീവനക്കാരെയും ഒഴിപ്പിച്ചതായി സുരക്ഷാ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഫെർവാനിയ ഗവർണറേറ്റിലെ ജലീബ് അൽ ഷെയ്ഖ് പ്രദേശത്തുള്ള സ്വകാര്യ സ്കൂളിലാണ് തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞ ഉടൻ തന്നെ സംഭവസ്ഥലത്തെത്തിയ അഗ്നിശമന സേന അംഗങ്ങൾ കെട്ടിടം ഒഴിപ്പിച്ച് തീ നിയന്ത്രണ വിധേയമാക്കിയതായി അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്തു. സ്കൂളിന്റെ മുകളിലത്തെ നിലയിൽ വെയർഹൌസായി ഉപയോഗിച്ചിരുന്ന ഒരു മുറിക്കുള്ളിലാണ് തീ പടർന്നതെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അഗ്നിശമന സേന തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിൽ നിന്നും കട്ടിയുള്ള പുക ഉയരുന്നതിന്റെ ചിത്രങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലും പ്രചരിച്ചു. എന്നാൽ തീപിടുത്തത്തിൽ ആർക്കെങ്കിലും പൊള്ളലേൽക്കുകയോ പരിക്കേൽക്കുകയോ ചെയ്തിട്ടില്ല. എന്നാൽ തീപിടുത്തത്തിന്റെ കാരണവും വ്യക്തമായിട്ടില്ല. ഇതേക്കുറിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചതായി പോലീസ് അറിയിച്ചു. ഈ ആഴ്ച ആദ്യം കുവൈറ്റ് സിറ്റിയുടെ കിഴക്ക് അൽ സാൽമിയ പ്രദേശത്ത് 2 പള്ളികളിൽ തീപിടുത്തം ഉണ്ടായതിനെ തുടർന്ന് എത്തിയ അഗ്നിശമന സേന തീ നിയന്ത്രണ വിധേയമാക്കുകയും കെടുത്തുകയും ചെയ്തതായും പ്രാദേശിക മാധ്യമങ്ങൾ വ്യക്തമാക്കി. അതേസമയം 2 തീപിടുത്തങ്ങളിലും ആളപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. കാരണങ്ങളും വ്യക്തമല്ല. ബഹിരാകാശ ഗവേഷണ രംഗത്ത് പുതിയ അധ്യായം രചിച്ചുകൊണ്ട് UAE ഉയർന്ന കൃത്യതയുള്ള നിരീക്ഷണ ഉപഗ്രഹമായ എത്തിഹാദ് സാറ്റ് വിജയകരമായി ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചു. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് സ്പേസ് ഫോഴ്സ് ബേസിൽ നിന്നും സ്പേസ് X ഫാൽക്കൺ 9 റോക്കറ്റിലാണ് UAEയുടെ പുതിയ കൃത്രിമ ഉപഗ്രഹം വിക്ഷേപിച്ചത്. 2025 ആദ്യ 3 മാസത്തിനുള്ളിൽ വിക്ഷേപിക്കുന്ന രാജ്യത്തിന്റെ 2ാമത്തെ കൃത്രിമ ഉപഗ്രഹമാണിത്. ദുബൈയിലെ മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞരുടെ നേതൃത്വത്തിൽ വികസിപ്പിച്ചെടുത്ത ആദ്യത്തെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ഉപഗ്രഹമാണ് പുതുതായി വിക്ഷേപിക്കപ്പെട്ടത്. മഴയിലും വെയിലിലും മൂടൽമഞ്ഞിലും ഭൂമിയുടെ ചിത്രങ്ങൾ 24 മണിക്കൂറും പകർത്താൻ ഇതിന് കഴിയുന്ന ഉപഗ്രഹമാണ് എത്തിഹാദ് സാറ്റ് എന്ന് അധികൃതർ അറിയിച്ചു. UAEയുടെയും മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിന്റെയും ബഹിരാകാശ അഭിലാഷങ്ങൾക്ക് ഇതൊരു വിപ്ലവകരമായ നേട്ടമായാണ് കണക്കാക്കപ്പെടുന്നത്. വിക്ഷേപണം ആദ്യം രാവിലെ 10:39 നിശ്ചയിച്ചിരുന്നു എങ്കിലും പിന്നീട് രാവിലെ 10:43 മാറ്റുകയായിരുന്നു. ദക്ഷിണ കൊറിയയുടെ സാട്രിക് ഇനിഷ്യേറ്റീവുമായി സഹകരിച്ചാണ് മുഹമ്മദ് ബിൻ റാഷിദ് സ്പേസ് സെന്ററിലെ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും എത്തിഹാദ് സാറ്റ് വികസിപ്പിച്ചെടുത്തത്. ദുബൈയിലെ റോഡ് സുരക്ഷയെക്കുറിച്ച് ആശങ്ക ജനിപ്പിക്കുന്ന കണക്കുകളുമായി UAE ആഭ്യന്തര മന്ത്രാലയം. 2024 ദുബൈയിലെ റഡാർ ക്യാമറകൾ 2,70,338 ട്രാഫിക് നിയമലംഘനങ്ങൾ പിടിച്ചെടുത്തു. അധികൃതർ പുറത്തുവിട്ട കണക്കുകളിലാണ് ഈ വിവരമുള്ളത്. എമിറേറ്റിലെ റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ വലിയ ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഈ റിപ്പോർട്ടെന്നാണ് വിലയിരുത്തൽ.
റോഡ് സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കേണ്ടതിന്റെയും പൊതുജന അവബോധം മെച്ചപ്പെടുത്തേണ്ടതിന്റെയും ആവശ്യകത ഈ കണക്കുകൾ എടുത്തു കാണിക്കുന്നതായും അധികൃതർ അറിയിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗതാഗത നിയമങ്ങൾ കൂടുതൽ കർശനമായി നടപ്പിലാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ദുബൈ അധികൃതർ. നഗരത്തിലെ അപകടങ്ങളുടെ പ്രധാന കാരണങ്ങളിലേക്കും സ്ഥിതിവിവര കണക്കുകൾ വെളിച്ചം വീശുന്നു. പെട്ടെന്നുള്ള ലൈൻ മാറ്റങ്ങളാണ് ഈ പട്ടികയിൽ ഒന്നാമത്. ഇത് 676 അപകടങ്ങൾക്ക് കാരണമായതായും കണക്കുകൾ വ്യക്തമാക്കി. ബഹ്റൈനിൽ ഞണ്ടുകളുടെ പ്രജനന കാലയളവിൽ സംരക്ഷണം ലക്ഷ്യമിട്ട് മാർച്ച് 15 മുതൽ മെയ് 15 വരെയുള്ള 2 മാസക്കാലത്തേക്ക് ഞണ്ടുകളെ പിടികൂടുന്നതിന് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തി. സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് ആണ് ഈ നിരോധന ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഈ കാലയളവിൽ ഞണ്ടുകളെ പിടിച്ചെടുക്കുന്നത് സമുദ്ര ആവാസ വ്യവസ്ഥയിലെ ജൈവ വൈവിധ്യത്തെയും ഞണ്ടുകളുടെ ഭാവി നിലനിൽപ്പിനെയും ഗുരുതരമായി ബാധിക്കുമെന്നും SCA വിശദീകരിച്ചു. രാജ്യത്തെ മത്സ്യത്തൊഴിലാളികൾ ഈ നിരോധനം കർശനമായി പാലിക്കേണ്ടതിന്റെ പ്രാധാന്യവും അധികൃതർ കൂട്ടിച്ചേർത്തു. അതേസമയം നിരോധനം ലംഘിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അബദ്ധവശാൽ വലയിലോ മറ്റ് മത്സ്യബന്ധന ഉപകരണങ്ങളിലോ ഞണ്ടുകൾ അകപ്പെട്ടാൽ അവയെ തിരികെ കടലിലേക്ക് വിടണമെന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് കർശന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഈ നിയന്ത്രണം ഭാവിയിൽ ഞണ്ടുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും മത്സ്യമേഖലയുടെ സുസ്ഥിര വികസനം ഉറപ്പുവരുത്താനും സഹായിക്കുമെന്ന് പരിസ്ഥിതി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. റമദാന്റെ അവസാന 10 ദിവസങ്ങളിൽ ബഹ്റൈനിലെ സ്കൂളുകൾക്ക് അവധി നൽകണമെന്ന നിർദ്ദേശത്തിന് പാർലമെന്റിന്റെ അംഗീകാരം. MP ഹസൻ ബുഗമാസിന്റെ നേതൃത്വത്തിൽ അംഗങ്ങൾ സമർപ്പിച്ച അടിയന്തര നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം ചേർന്ന പാർലമെന്റ് സമ്മേളനത്തിലായിരുന്നു അംഗീകാരം. സൗദി അറേബ്യയിലേക്കുള്ള വിസിറ്റ് വിസ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതിയ നിയന്ത്രണം വിദേശകാര്യ മന്ത്രാലയം ഏർപ്പെടുത്തി. സൗദി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിസ അനുവദിക്കുന്ന സൈറ്റിൽ നിന്നും സിംഗിൾ മൾട്ടിപ്പിൾ എൻട്രി ഓപ്ഷനുകളാണ് പിൻവലിച്ചത്. വിസയ്ക്ക് അപേക്ഷിക്കുന്നവർക്ക് ഏത് തരം വിസയാണ് അനുവദിക്കേണ്ടത് എന്ന് ഇനി മുതൽ അതത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ തീരുമാനിക്കാം. ഇത് സ്ഥിരം സംവിധാനമാണോ താൽക്കാലിക നിയന്ത്രണമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. 2 മാസം മുമ്പാണ് സൗദിയിലേക്കുള്ള സന്ദർശക വിസ അപേക്ഷയിൽ മാറ്റങ്ങളുണ്ടായത്. ഒരു വിസയിൽ സൗദിയിലേക്ക് പലവട്ടം വരാൻ സാധിക്കുന്ന മൾട്ടിപ്പിൾ എൻട്രി അപേക്ഷാ സൗകര്യം നേരത്തെ പിൻവലിച്ചിരുന്നു. ഇത് പിന്നീട് പുനഃസ്ഥാപിച്ചെങ്കിലും VFS കേന്ദ്രങ്ങളിൽ സൗകര്യം പുനഃസ്ഥാപിച്ചില്ല. അപേക്ഷിക്കുന്ന എല്ലാവർക്കും സിംഗിൾ എൻട്രിയാണ് അനുവദിച്ചത്. എന്നാൽ കഴിഞ്ഞ ദിവസം ഈ സൗകര്യവും സൗദി വിദേശകാര്യ മന്ത്രാലയം സൈറ്റിൽ നിന്നും മൾട്ടിപ്പിൾ സിംഗിൾ എൻട്രി സൗകര്യം പിൻവലിച്ചു. ഇനി മുതൽ അതത് രാജ്യങ്ങളിലെ സൗദി എംബസിക്കോ കോൺസുലേറ്റിനോ മാത്രമായിരിക്കും വിസ അനുവദിക്കുന്നതിലെ അധികാരം. അതേസമയം സ്കൂൾ അവധിക്ക് ശേഷം സൗദിയിലേക്ക് വരാനിരിക്കുന്ന 100 കണക്കിന് പ്രവാസി കുടുംബങ്ങൾ ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. പുതിയ വിസ അനുവദിക്കുന്നത് ഏപ്രിൽ മധ്യം വരെയാണ്. കേരളത്തിൽ സ്കൂളുകളിൽ പരീക്ഷ അവസാനിക്കുന്നത് മാർച്ച് അവസാനമാണ്. ഇതിനുശേഷം 2 ആഴ്ച മാത്രമാണ് സൗദിയിൽ തങ്ങാൻ പുതിയ വിസക്കാർക്ക് അനുവാദമുള്ളത്. ഇതേ തുടർന്ന് നിരവധി കുടുംബങ്ങൾ യാത്ര റദ്ദാക്കുകയാണ്. അതുപോലെ തന്നെ ഹജ്ജ് സീസണായതുകൊണ്ടാണ് വിസ നിയമങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ഈജിപ്ത് അടക്കമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നും വിസിറ്റ് വിസയിലെത്തിയ നിരവധി പേർ അനുമതിയില്ലാതെ ഹജ്ജ് ചെയ്തിരുന്നു. ഇത് നിരവധി പ്രശ്നങ്ങൾക്കും ഇടയാക്കി. ഇതുകൊണ്ടാണ് ഇത്തവണ ഹജ്ജ് വേളയോടനുബന്ധിച്ച് വിസ നിയമങ്ങളിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്.